ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് ശേഷമുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാനിപ്പോൾ എണീറ്റപ്പോൾ തൊട്ട് എനിക്ക് എന്താണെന്നറിയില്ല, പ്രഷർ ഇടയ്ക്ക് കുറയാറുണ്ട്, അതിൻ്റെ ഞാൻ തോന്നുന്നു കേട്ടോ. വല്ല തല കറങ്ങുക, കണ്ണൊക്കെ ഒരു മങ്ങലൊക്കെ ആയിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. അധികം വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്നൊരു മോരുകറിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു പയറുപ്പേരി വെക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുമ്പളങ്ങ ഒരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കറി തന്നെ വെക്കുന്നുള്ളൂ കേട്ടോ. അവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല മോരുകറി, സുഡാപ്പി ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുമ്പളങ്ങ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ നേരത്തിന് ഇത് കുറച്ച് നാളികേരം, 2 പച്ചമുളക്, കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകവും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, കുറച്ച് കുരുമുളകും ഒക്കെ കൂടി ഞാൻ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തൈര് ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തില്ല, വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കലക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോഴേക്ക് ഇതേ കുമ്പളങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അരപ്പ് നല്ല കട്ടിയുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി മിക്സിയിൽ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരപ്പ് ഈ കുമ്പളങ്ങയൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് ആ നാളികേരത്തിൻ്റെ ആ പച്ച ചൊയൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കണ്ട, ഒന്ന് പതം ഇങ്ങനെ വന്നാൽ മതി കേട്ടോ. അപ്പോഴേക്ക് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ചട്ടിയിലായ കാരണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും അതവിടെ കിടന്ന് തിളയ്ക്കും കേട്ടോ. ചട്ടിക്ക് നല്ല ചൂട് നിൽക്കുന്നതാണല്ലോ. അപ്പോൾ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തള വന്നപ്പോഴേക്ക്, പക്ഷേ എന്നിട്ടും ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എന്തായാലും അപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റി പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി ഒന്ന് താളിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒന്ന് കറണ്ട് പോയി വന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു വെളിച്ചം ഇങ്ങനെ ഇതായത്. അപ്പോൾ അതേ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിപ്പോൾ അപ്പോഴേക്ക് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും പിന്നെ ഒരു 3-4 ചെറിയുള്ളി അരിഞ്ഞത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി താളിപ്പൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് കുറച്ച് നമ്മുടെ ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഉലുവപ്പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ മോരുകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോരുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡിയായി അതോടെ അടച്ചു വെച്ചതിന് ശേഷം ഇപ്പോൾ ചോറിനൊക്കെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇതേ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് റൈസ് കുക്കറിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് നാളെ പിറ്റേ ദിവസത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. ഉഴുന്നാണ് കേട്ടോ വെള്ളത്തിലിട്ടത്, അരി ഇടാൻ മറന്നു പോയിട്ടോ. ഞാൻ പാത്തൂസ് കരഞ്ഞപ്പോൾ ഉഴുന്നിടുന്ന സമയത്താണ് പാത്തൂസ് കരഞ്ഞത്. അപ്പോൾ ഞാനത് അവിടെ വെള്ളം ഒഴിച്ച് അവിടെ അടച്ചു വെച്ചിട്ട് പോയി വന്നിട്ട് പിന്നെ ഇടാലോ വെച്ചിട്ട്, പക്ഷേ ഞാനത് മറന്നു. അരി അരക്കാൻ നേരത്തെ നോക്കിയപ്പോഴാണ് കേട്ടോ പച്ചരി ഇട്ടിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇതാക്കാലോ വെച്ചിട്ട് അങ്ങനെ ആ ഫ്രിഡ്ജിൽ അത് ഉഴുന്ന് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. കേടൊന്നാവില്ലല്ലോ ഫ്രിഡ്ജിലാണായാലും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതേ കുറച്ച് പച്ചരി മാത്രമാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഇഡ്ഡലിക്ക് അരച്ചെടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ അതേ പയർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് അവൻ പയർ മേടിച്ചുകൊണ്ട് തന്നു. അപ്പോൾ ചെറുതായി അരിഞ്ഞിട്ട് നാളികേരമൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് പയറുപ്പേരി കഴിക്കാൻ ഇഷ്ടം കേട്ടോ. ഉള്ളിയും മുളകും കാച്ചുകയാണെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ കഴിക്കില്ല. നാളികേരമൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇഷ്ടം. അപ്പോൾ എന്നോട് പറഞ്ഞു മോരുകറി സുഡാപ്പിക്ക് ഉണ്ടാക്കി കൊടുത്ത കുറേ ദിവസമായാലും പറയുന്നത്. അപ്പോൾ എനിക്ക് പയറുപ്പേരി മതി, പപ്പടം മുട്ട അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതേ പയറുപ്പേരി നന്നാക്കുകയാണ്. ഇനിയിപ്പോൾ വേഗം ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കിടക്കാലോ വെച്ചിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട്. തീരെ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല, എന്ന് ഭയങ്കര ക്ഷീണമുണ്ട്. പ്രഷർ കൂടിയതും തലകറക്കോ അങ്ങനെയൊക്കെ ആയിട്ട് ആകെ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ വേഗം ഉപ്പേരി വയ്ക്കാനായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം പച്ചമുളകും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ട് നമുക്ക് പയർ അരിഞ്ഞതൊക്കെ ഞാൻ അവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് പയർ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 കിലോ പയറിന്ന് പകുതി എടുത്ത് പകുതി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
പയറുപ്പേരി പാത്തൂസ് കഴിക്കൂട്ടോ, പാത്തൂസിന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാനിതിപ്പോൾ നാളികേരം കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒതുക്കിയത്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.